നമ്മൾ ഇന്ന് ഹിസ്റ്ററിയാണ് പഠിക്കാൻ പോകുന്നത്. ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട കുറച്ച് ഡെഫിനിഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹിസ്റ്ററി എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്, അല്ലേ? ഇതിന്റെ അർത്ഥം എന്താണ്? ഹിസ്റ്ററി എന്ന വാക്കിന് അർത്ഥം എന്താണ്? അന്വേഷണം അല്ലെങ്കിൽ അറിവ് എന്നാണ് ഈ ഒരു പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ, ഹിസ്റ്ററിയെ കുറിച്ച് പറയുമ്പം, ഹിസ്റ്ററിയുടെ ഫാദറായ ഹെറോഡോട്ടസിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 485 മുതൽ 425 വരെയുള്ള ഒരു കാലഘട്ടമാണ്. ഹെറോഡോട്ടസിന്റെ കാലഘട്ടം BC 485 മുതൽ 425 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ദ ഹിസ്റ്ററീസ്. പഠിച്ചിട്ടുള്ളതാണ്. ഈ ബുക്കിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധമാണ്. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധമാണ് ആ ഒരു ദ ഹിസ്റ്ററീസ് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റിൽ അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധമാണ്. അതേപോലെ ഇദ്ദേഹത്തിനെ ചരിത്രത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിച്ച വ്യക്തി ചോദിച്ചിട്ടുള്ളതാണ് സിസറോ ആണ് നമ്മുടെ ഹെറോഡോട്ടസിനെ ചരിത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് EH കാർ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ. വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള ഒരിക്കലും നിലയ്ക്കാത്ത സംഭാഷണമാണ് ചരിത്രം എന്ന് പറഞ്ഞ വ്യക്തിയാണ് EH കാർ. EH കാർ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള ഒരിക്കലും നിലയ്ക്കാത്ത സംഭാഷണമാണ് ചരിത്രം എന്ന് പറഞ്ഞ വ്യക്തിയാണ് EH കാർ. അപ്പൊ നമുക്ക് അതെങ്ങനെ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. നമുക്കറിയാം, ഒരിക്കലും നിലക്കാതെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് കാർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ കാറിലിരുന്ന് സംഭാഷണം നടത്തുന്നു. നമ്മൾ ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ വെറുതെ വണ്ടി ഓടിക്കുകയല്ല, നമ്മൾ ആളുകളൊക്കെ ഉണ്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരിക്കലും നിലയ്ക്കാതെ സംഭാഷണത്തിൽ ഏർപ്പെടുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്, ഇല്ലേ? അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ച് നമുക്ക് EH കാറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. നമ്മൾ എപ്പോഴും ഡെഫിനിഷൻസ് പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ആ പറഞ്ഞിട്ടുള്ള വേർഡുകളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചേക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അടുത്തതാണ്, മരിച്ചവരുടെ മേൽ നാം കാണിക്കുന്ന ചെപ്പടി വിദ്യകളാണ് ചരിത്രം എന്ന് പറഞ്ഞ വ്യക്തിയാണ് വോൾട്ടയർ. നമ്മൾ കേട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം പറഞ്ഞതാണ്, മരിച്ചവരുടെ മേൽ നാം കാണിക്കുന്ന ചെപ്പടി വിദ്യകളാണ്. കാരണം കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ജീവിച്ചിരുന്ന വ്യക്തിത്വങ്ങളെ കുറിച്ച്, അവർ മരണപ്പെട്ട വ്യക്തികളാണ്. അപ്പൊ അവരുടെ മേലൊക്കെ നമ്മൾ ഓരോ ചെപ്പടി വിദ്യകളാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് വോൾട്ടയർ എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊരു ഡെഫിനിഷനാണ്, ചരിത്രം ഭൂതകാല രാഷ്ട്രീയവും രാഷ്ട്രീയം വർത്തമാനകാല ചരിത്രവുമാണ്. ഇത് നമുക്ക് കഴിഞ്ഞ ഒരു HSAയുടെ NCAയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. NCAയിൽ ചോദിച്ചിട്ടുള്ള, HSA NCA എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജോൺ സീല് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ, ചരിത്രം ഭൂതകാല രാഷ്ട്രീയവും രാഷ്ട്രീയം വർത്തമാനകാല ചരിത്രവുമാണ് എന്ന് പറഞ്ഞത് ആരാണെന്ന്, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് ജോൺ സീലി എന്ന് പറയുന്നത്. അടുത്തതായിട്ട്, മനുഷ്യനെ വിവേകമുള്ളവനാക്കുന്ന ഒന്നാണ് ചരിത്രം എന്ന് പറഞ്ഞ വ്യക്തി ഫ്രാൻസിസ് ബേക്കൺ. ഇതും നമുക്കറിയാം, കഴിഞ്ഞ HSAയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. മനുഷ്യനെ വിവേകമുള്ളവനാക്കുന്ന ഒന്നാണ് ചരിത്രം എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ഫ്രാൻസിസ് ബേക്കൺ ആണ്. അതേപോലെ മഹാന്മാരായ ആളുകളുടെ ജീവചരിത്രമാണ് ചരിത്രം എന്ന് പറഞ്ഞ വ്യക്തി തോമസ് കാർലൈലാണ്. മഹാന്മാരായ ആളുകളുടെ ജീവചരിത്രമാണ് ചരിത്രം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് തോമസ് കാർലൈൽ. അതേപോലെ മനുഷ്യൻ എന്ത് ചെയ്തു, എന്ത് പറഞ്ഞു, എന്ത് ചിന്തിച്ചു, അതാണ് ചരിത്രം എന്ന് ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് പ്രൊഫസർ മെയ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന വ്യക്തിയാണ്. പ്രൊഫസർ മെയ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനാണ്, മനുഷ്യൻ എന്ത് ചെയ്തു, എന്ത് പറഞ്ഞു, എന്ത് ചിന്തിച്ചു, അതാണ് ചരിത്രം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ആരാണ്? പ്രൊഫസർ മെയ്റ്റ്ലാൻഡ് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഇത്. അടുത്തൊരു ഡെഫിനിഷനാണ് എഡ്മണ്ട് ബർക്ക് എന്ന് പറയുന്ന ഹിസ്റ്റോറിയന്റെ ഡെഫിനിഷനാണ്, വിവേകത്തിന്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുന്ന ആചാര്യനാണ് ചരിത്രം. വിവേകത്തിന്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുന്ന ആചാര്യനാണ് ചരിത്രം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? എഡ്മണ്ട് ബർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഓരോ ഹിസ്റ്റോറിയനുമായിട്ട് ഓരോ തോട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കണം. അടുത്തതാണ്, ലക്കി എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്, ധാർമ്മിക വിപ്ലവങ്ങളെക്കുറിച്ചും അവയുടെ കാരണങ്ങളെക്കുറിച്ചുമുള്ള രേഖയാണ് ചരിത്രം എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ലക്കി. ഭയങ്കര ലക്കിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞ എന്താണ്, ധാർമ്മിക വിപ്ലവങ്ങളെക്കുറിച്ചും അവയുടെ കാര്യകാരണങ്ങളെക്കുറിച്ചുമുള്ള രേഖയാണ് ചരിത്രം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ആര്? ലക്കി. അതേപോലെ
ലോർഡ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ, മനുഷ്യ സ്വാതന്ത്ര്യത്തെ തുറന്നു കാണിക്കുന്ന കഥയാണ് ചരിത്രം. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ തുറന്നു കാണിക്കുന്ന കഥയാണ് ചരിത്രം എന്ന് പറയുന്നത്. ലോർഡ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഈ ആക്ഷനൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സിനിമയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എങ്ങനെ ഒരു സിനിമയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരിലേക്ക് തുറന്നു കാണിക്കില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കോഡ് വഴിയൊക്കെ അത് കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നമുക്ക് ഒരുപാട് ഹിസ്റ്റോറിയൻസ് പല ഡെഫിനിഷൻസുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഹിസ്റ്റോറിയൻ തന്നെ പല ഡെഫിനിഷൻസ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതെ ഒന്നിലധികം ഡെഫിനിഷൻസ് ഒരു ഹിസ്റ്റോറിയനിൽ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ എന്ത് ചെയ്യണം, കണക്ട് ചെയ്ത് ഒന്നിച്ച് പഠിക്കാൻ ശ്രമിക്കണം. അതേപോലെ വിൽ ഡ്യൂറന്റ് പറഞ്ഞിട്ടുള്ള, ഇതും ചോദിച്ചിട്ടുള്ള സെറ്റ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. കഴിഞ്ഞ കാലങ്ങളിലൂടെ അല്ലെങ്കിൽ യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിന്റെ കഥയാണ് ചരിത്രം. ഇത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വിൽ ഡ്യൂറന്റ് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. കഴിഞ്ഞ കാലങ്ങളിലൂടെ അല്ലെങ്കിൽ യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ചിട്ടുള്ള സംസ്കാരത്തിന്റെ കഥയാണ് ചരിത്രം എന്ന് പറഞ്ഞ വ്യക്തിയാണ് വിൽ ഡ്യൂറന്റ്. അതേപോലെ റിനിയർ എന്ന് പറയുന്ന പ്രൊഫസറുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് സമുദായങ്ങളുടെ സ്മരണയാണ് ചരിത്രം. സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. സമുദായങ്ങളുടെ സ്മരണയാണ് ചരിത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോറിയനാണ് പ്രൊഫസർ റിനിയർ എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ. അതേപോലെ ആൻഡേഴ്സന്റെ ഒരു പ്രധാനപ്പെട്ട ഡെഫിനിഷനുണ്ട്. മനുഷ്യവംശത്തിലെ സാമൂഹികവും രാഷ്ട്രീയവുമായ വലിയ മാറ്റങ്ങളെയും മനുഷ്യവംശത്തിൽ നടക്കുന്ന സംഭവങ്ങളെയും കുറിച്ചുള്ള വിവരണമാണ് ചരിത്രം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ജെ ആൻഡേഴ്സൺ. അദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ വലിപ്പമുള്ള ഒരു ഡെഫിനിഷനാണ് അതല്ലേ. മനുഷ്യവംശത്തിലെ സാമൂഹികം, രാഷ്ട്രീയം തുടങ്ങിയവരുള്ള വലിയ മാറ്റങ്ങളെയും അതുപോലെ മനുഷ്യവംശത്തിൽ നടക്കുന്ന സംഭവങ്ങളെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു വിവരണമാണ് ചരിത്രം എന്ന് പറഞ്ഞ വലിയൊരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ജെ ആൻഡേഴ്സൺ. ചരിത്രം യഥാർത്ഥത്തിൽ മതത്തിന്റെ പ്രകാശനമാണ്. മതവുമായിട്ട് ചരിത്രത്തെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയനാണ് ആര്, ലാബിൻസ് എന്ന് പറയുന്ന. ഫ്രോയിഡ് എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് നൂറ്റാണ്ടുകളിലൂടെയുള്ള നന്മയുടെയും തിന്മയുടെയും ശരിയുടെയും തെറ്റിന്റെയും ഒരിക്കലും നിലയ്ക്കാത്ത ശബ്ദമാണ് ചരിത്രം. അദ്ദേഹം പറയുന്ന ഒരു വ്യത്യസ്തമായ ഡെഫിനിഷനാണ്. നൂറ്റാണ്ടുകളിലൂടെയുള്ള നന്മ, തിന്മ, ശരി, തെറ്റ് ഇവയെക്കുറിച്ചൊക്കെ ഒരിക്കലും നിലയ്ക്കാത്തൊരു ശബ്ദമാണ് ചരിത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു ഹിസ്റ്റോറിയനാണ് ഫ്രോയിഡ് എന്ന് പറയുന്നത്. അതേപോലെ ഫോസ്റ്റർ എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മാനവരാശിയുടെ സ്നേഹത്തിന്റെ കഥയാണ് ചരിത്രം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഫോസ്റ്റർ. സ്നേഹത്തിന്റെ കഥയാണ് ചരിത്രം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഫോസ്റ്റർ. ഈ പോസ്റ്ററൊക്കെ മതിലൊക്കെ ഒട്ടിച്ച് വെക്കത്തില്ലേ, ഈ സ്നേഹത്തിന്റെ കഥകളൊക്കെ എഴുതിയ പോസ്റ്ററുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത് വിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കണക്ട് ചെയ്യാം. ട്രോൾസ് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനാണ് നാം ചരിത്രത്തിൽ നിന്ന് സദാചാര സംഹിത ഉണ്ടാക്കുന്നു, എന്നിട്ട് ആ സംഹിതയെ കൊണ്ട് ചരിത്രത്തെ അളക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്, ട്രോൾസ്. ടോർച്ചൊക്കെ അടിച്ചു നോക്കത്തില്ല ഈ സദാചാരക്കാരൊക്കെ വന്നിട്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഡ്യൂറെ പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് സാമൂഹ്യ ജീവിയായ മനുഷ്യന്റെ ഭൂമിശാസ്ത്രപരവും ഭൗതികപരവുമായിട്ടുള്ള പശ്ചാത്തലത്തിന്റെ വിവരണമാണ് ചരിത്രം എന്ന് പറഞ്ഞ ഹിസ്റ്റോറിയനാണ് ഡ്യൂറെ. സാമൂഹ്യ ജീവിയായ മനുഷ്യന്റെ ഭൂമിശാസ്ത്രപരവും ഭൗതികവുമായ പശ്ചാത്തലത്തിന്റെ വിവരണമാണ് ചരിത്രം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഡ്യൂറെ. ഓക്കെ, അപ്പോൾ ഇത്രയും ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഓരോ രാജ്യക്കാരും നൽകിയിട്ടുള്ള സംഭാവനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ രാജ്യക്കാരും ഓരോ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരും ഹിസ്റ്ററി എങ്ങനെയാണ് ബന്ധപ്പെടുത്തിയെന്ന് നമുക്ക് നോക്കാം. ചരിത്രത്തിൽ യുക്തിപരമായ ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്ന ആളുകളായിരുന്നു ഗ്രീക്കുകാർ. നമ്മൾ മനസ്സിലാക്കണം, യുക്തിപരമായിട്ടുള്ള ഘടകങ്ങൾക്ക്, ചരിത്രത്തിലെ യുക്തിപരമായ ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്ന ആളുകളാണ് ആര്, ഗ്രീക്കുകാർ എന്ന് പറയുന്നത്. അതേപോലെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക്, ചരിത്രത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നത് റോമക്കാരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ദൈവിക കാര്യങ്ങൾക്ക്, ചരിത്രത്തിലെ ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്നത് സഭയുടെ ചരിത്രകാരന്മാരായിരുന്നു. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ. ദൈവിക കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആരായിരിക്കും, സഭയുടെ ചരിത്രകാരന്മാരായിരുന്നായിരിക്കും അല്ലേ. അതേപോലെ ദാർശനിക കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ളത് ജർമ്മനിക്കാരായിരുന്നു. മനസ്സിലാക്കേണ്ട കാര്യമാണ്, ദാർശനികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നത് ആരാണ്, ജർമ്മൻകാരായിരുന്നു. ഹിസ്റ്ററിയിലെ ദാർശനികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുത്തു. അതേപോലെ ഫ്രഞ്ചുകാർ സോഷ്യലിസ്റ്റ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ചരിത്രത്തിലെ സോഷ്യലിസ്റ്റ് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന ആളുകളായിരുന്നു ആരെന്ന് പറയുന്നത്, ഫ്രഞ്ചുകാരെന്ന് പറയുന്നത്.
സാമ്രാജ്യത്വ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിരുന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. അവർക്ക് അതായിരുന്നല്ലോ പ്രാധാന്യമായിട്ട് ഉണ്ടായിരുന്നത്. അതേപോലെ ഭൗതിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നത് മാർക്സിസ്റ്റുകാരായിരുന്നു. ഓക്കെ, ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ഹിസ്റ്ററിയിലെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത ആരായിരുന്നു? മാർക്സിസ്റ്റുകാരായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത്, നമ്മൾ പറഞ്ഞത് രാഷ്ട്രീയ കാര്യങ്ങൾക്ക്, ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ചരിത്രത്തിൽ യുക്തിപരമായ ഘടകങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നത് ഗ്രീക്കുകാരായിരുന്നു, രാഷ്ട്രീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നത് റോമക്കാരായിരുന്നു, ദൈവികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത് സഭയുടെ ചരിത്രകാരന്മാരായിരുന്നു, ദാർശനികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത് ജർമ്മനിക്കാരായിരുന്നു, സോഷ്യലിസ്റ്റ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത് ഫ്രഞ്ചുകാരായിരുന്നു, സാമ്രാജ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത് ബ്രിട്ടീഷുകാരായിരുന്നു, ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത് മാർക്സിസ്റ്റുകാരായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ഡെഫിനിഷൻസ്, കുറേ ഡെഫിനിഷൻസ് നമ്മൾ പറഞ്ഞു. ഈ ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തത് കേൾക്കുക, എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.